പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആരാധന യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. ഒരുമിച്ച് പാടാം. ആരാധന യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആധ്യാത്മികമായ യാത്രയിലെ ദൈവം നമ്മുടെ സ്നേഹത്തെ വിശ്വാസത്തെ മാത്രമല്ല, ദൈവം നമ്മുടെ സ്നേഹത്തെ പോലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അപ്പം നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. 2022 ജനുവരി 2-ാം തീയതി പുതിയ കാലത്തിലേക്ക് വരിക. പക്ഷേ പുതിയ കാലത്തിലായാലും ശരി, കാലം അവിടുത്തേതാകുന്നു. കാലങ്ങളും സമയവും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പെസഹാത്തിരിയിലെ അടയാളപ്പെടുത്തുന്നത്. ഇപ്പം ക്രിസ്മസ് സീസൺ ആണെങ്കിൽ വിശ്വാസിയുടെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്താണ്? കാലവും പിന്നെന്താണ്? ദേശവും ദൈവത്തിന് ഏൽപ്പിക്കണം. സമയവും സാഹചര്യവും ദൈവത്തിന്, നിൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ മേലും നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മേലും ദൈവത്തിനാണോ പൂർണ്ണമായ അധികാരം? അഥവാ സാഹചര്യം മാറുമ്പോൾ നീ ഡിസ്റ്റർബ്ഡ് ആകുമോ? അപ്പോസ്തലികമായ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അത്. എന്താണ്? സാഹചര്യം മാറിയാലും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. അതിന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വി മസ്റ്റ് ഹാവ് എ ട്രെയിനിങ്. അതിന് നമ്മൾക്ക് ഒരു ട്രെയിനിങ് വേണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനത്തിലെ 4-ാം അധ്യായം 11-ാമത്തെ വചനം, 11ഉം 12ഉം ഒക്കെ ഉണ്ട്. ഈ വചനവും പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വവും നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും, ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ചായിരിക്കും പറയണത്. അപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മാതൃക എന്താ? ആരാണ്? പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയാണ്. അമ്മ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ. അപ്പം അത് പൗലോസ് അപ്പോസ്തലൻ പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് സ്വയമായിട്ടെടുക്കുന്ന പഠനമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രതികരണങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. ഈശോ അതിന് പറഞ്ഞത്, ഈ പാഠപുസ്തകം ആരാണ്? നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം ആരാണ്? അതായത് ഞാൻ ശാന്തശീലനും
വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ. അപ്പം ഈശോയാണ് പാഠപുസ്തകം. ഈശോ എപ്പോഴും നമുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ടെങ്കിൽ ഗമാലിയലിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ച കാര്യമല്ലേ ഈ പറയണത്. കർത്താവിനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അടുത്തപ്പോൾ പൗലോസ് പഠിച്ച കാര്യമാണ്. കാര്യം എന്താണ്? നമ്മൾ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഇപ്പോൾ 11:28 അധ്യായത്തിൽ 28 വാക്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയും. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ളവർ, ഭാരം വഹിക്കുന്നവർ, ഭാരം ഹൃദയത്തിനാകാം, ഭാരം മനസ്സിനാകാം, ഇങ്ങനെയുള്ള ഭാരം വഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? അവർ എൻ്റെ അടുത്ത് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് പഠിക്കണം. അപ്പോൾ പാഠപുസ്തകം ആരാണ്? ഈശോയാണ്. അപ്പോൾ നമുക്ക് 2 ബൈബിളാണ് ഉള്ളത്. ഒന്ന് ഈശോയുടെ ജീവിതവും ഈശോയുടെ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിൻ്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം. രണ്ടാമത്തത് ഈശോ തന്നെ ഒരു പാഠപുസ്തകമാണ്. ഇപ്പോൾ ഫിലിപ്പിയ ലേഖനം 4:11 പറയണത്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പഠിച്ച കാര്യങ്ങളാണ് പറയണത്. അപ്പോസ്തലനായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. പഠനത്തിൻ്റെ പുസ്തകമാണ്. എനിക്കും നിങ്ങൾക്കും പൗലോസ് അപ്പോസ്തലനും എല്ലാം ഉള്ള ഒരു കോമൺ ടെസ്റ്റ് എന്താണ്? കോമൺ ടെസ്റ്റ് കർത്താവിൻ്റെ ജീവിതം തന്നെയാണ്. ഈശോ എന്താ പറഞ്ഞത്? സാഹചര്യം മാറാം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഒരു 5 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ 5 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറും. ചിലപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി, വേറെ പുതിയ സ്ഥലത്ത് പോയി, സാഹചര്യം മാറി. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വീട്ടിലെ സാഹചര്യവും മാറും. അപ്പോഴും മൊത്തത്തിൽ എപ്പോഴും ഒരു വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ വ്യക്തികൾ പോകുന്ന കാണാം. ഇങ്ങനെ പോകുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്താണ് ഈശോ പറയണത്? എന്താണ് ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത്? അതിൻ്റെ പേരിൽ വ്യഗ്രത ഉണ്ടാകരുത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഇപ്പോൾ ഒരു കാര്യം എന്താണ്? എടുത്തോ പിടിച്ചതും പറഞ്ഞുള്ള ഷടോടാന്നുള്ള തീരുമാനവും ബഹളവും അല്ല. അത് ധൃതിയും വ്യഗ്രതയും ഒക്കെ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധാത്മാവ് വചനത്തിൽ വിവേചിക്കുന്നത്. അതിന് ശാന്തത വേണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുവേൻ. ഏറ്റു പറഞ്ഞേ, കർത്താവായ ദൈവമേ, അങ്ങയിൽ നിന്ന് അങ്ങാകുന്ന പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നൽകി പ്രായോഗികമായി ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം. നീ പഠിപ്പിക്കൽ കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പിന്നെ സംസാരിക്കുന്നത് പരിശീലനത്തെക്കുറിച്ചാണ്. പഠിപ്പിക്കലുണ്ട്, അത് തിയറി ആയിരിക്കും. പരിശീലനമുണ്ട്, അത് പ്രാക്ടിക്കലായിരിക്കും. അല്ലേ? കോളേജിലൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് ക്ലാസ്സിൽ തിയറി പഠിപ്പിക്കും, ലാബിൽ അതിൻ്റെ പ്രാക്ടിക്കൽ പഠിപ്പിക്കും. ഈ 2 കാര്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് പറയണത്. 2 കാര്യങ്ങൾ. അതായത് 4:12 ഫിലിപ്പിയ ലേഖനം 4:12, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധി ജീവിക്കുവാനും
ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും. അപ്പം സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഠനവും ഉണ്ട്, പിന്നെന്താണ്, പരിശീലനവും ഉണ്ട്. അതായത് തിയറിയുമുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഇത് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദൈവം ഈ തിയറിയും പ്രാക്ടിക്കലും നമ്മളെ പരീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? സാഹചര്യം മാറ്റി മാറ്റിയാണ്, കാലങ്ങൾ മാറ്റി മാറ്റിയാണ്. ഇപ്പം കാലം മാറിയില്ലേ? ഇങ്ങനെ ക്രൊണോളജിക്കൽ ഇയർ ഇങ്ങനെ മാറുന്നത് തന്നെയല്ല, അനുഭവകാലങ്ങളും മാറും. ഇപ്പം ആരോഗ്യത്തിന് ഒരു കാലമുണ്ട്, പിന്നെ എന്താണ്, രോഗത്തിന് ഒരു കാലം, പടുത്തുയർത്താൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭാപ്രസംഗം നമ്മൾ 3-ാം അധ്യായം വായിക്കുമ്പോൾ പണിയാൻ ഒരു കാലം, പണിതത് ഇടിച്ച് നിരത്താൻ ഒരു കാലം. പണിതത് എന്തിനാണ് ഇടിച്ച് നിരത്തണത്? ബോറടിച്ചിട്ടായിരിക്കും. കാര്യം ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ പറയാം, എന്നാലും ഈ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചേക്കാം. ഞാനൊരു മുൻ മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോകും, സാംസ്കാരികമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഞാൻ ചോദിച്ചു, സാറേ ഇതെന്ത് സിറ്റ് ഔട്ട് അടിച്ച് പൊളിക്കണം? അതല്ലേ, ഈ വീട്ടിൽ നിന്ന് തെക്കോട്ടാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്, അത് കാരണം ഞാൻ ഗതി പിടിക്കണില്ല, പുള്ളിക്ക് സീറ്റ് കിട്ടില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഗതി, അതായത് തെക്കോട്ട് ഇറങ്ങണ കാരണം, വീട്ടിൽ നിന്ന് തെക്കോട്ട് ഇറങ്ങണ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കുറച്ച് ശോഷിച്ചു വരുന്നു. അത് കാരണം ഇപ്പോൾ എന്താ ചെയ്തിരിക്കണത്, അദ്ദേഹം തെക്ക് വശം അടച്ചിട്ട് കിഴക്ക് വശം പൊളിച്ച് കിഴക്കോട്ടിറങ്ങാൻ വേണ്ടിയാണ്. അതിൻ്റെ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്കോട്ടിറങ്ങിയാലും ഈ മനുഷ്യൻ എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകാൻ ഗേറ്റ് തെക്ക് വശത്താണ്. നേരെ കിഴക്കോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടവൻ്റെ വീടാണ്, മറ്റുള്ള ആൾക്കാരുടെ വീടാണ്. അപ്പോഴും കറങ്ങി തിരിഞ്ഞ് തെക്കോട്ട് തന്നെ പോകണം. എങ്കിലും മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ആ തെക്കേ വശം സിറ്റ് ഔട്ടും കൈവരിയൊക്കെ രണ്ടാമത് പുനർനിർമ്മിച്ചിട്ട് കിഴക്കോട്ട് തുറന്നിട്ടിരിക്കുക. അപ്പോൾ ഇടിച്ചു പൊളിക്കാൻ ഒരു കാലം, പണിയാനൊരു കാലം, പണിതത് പൊളിക്കാനൊരു കാലം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചു തുടങ്ങും ഓരോ കാര്യങ്ങളും. ഈ ബോറടിക്കാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും അഭിഷേകം വേണ്ടി വരും. സ്വന്തം ഭാര്യയെ ബോറടിക്കുന്നവരുണ്ടല്ലോ, അതല്ല വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവനും. വൈഫ് എന്തുകൊണ്ടാണ് കൂടുതൽ ഡിമാൻഡ്സ് വെക്കണത്? ഓരോരോ അവിടെ പോകണം, ഇവിടെ പോകണം, അത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരുന്നതിന് അവർക്ക് ആവശ്യമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഈ മനുഷ്യന് തന്നെ ബോറടിച്ചെന്ന് എങ്ങനെയോ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് പുതിയ പുതിയ ഡിമാൻഡ്സ് അവർ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം. അപ്പം പരവേശങ്ങളും സ്നേഹപ്രകടനങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കുമെന്നർത്ഥം. ഇത് മനുഷ്യാവസ്ഥയാണ്. പരവേശങ്ങളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാവിധ ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് കാലങ്ങൾ മാറുന്നതനുസരിച്ച് വളരെ ശ്രദ്ധയോടെയാണ് കാലത്തെ. ഇപ്പം സഭാപ്രസംഗി ശ്രുതികട ഹല്ലേലൂയ, ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കുവാൻ ഒരു കാലം. ദിസ് ഈസ് ലൈഫ്. സഭാപ്രസംഗം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ 20 ദിവസത്തോളം നിരന്തര വചന വായനയായിരുന്നു. അതുപോലെ ജപമാല ചൊല്ലലും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വചനം വായിച്ചിട്ടുള്ള ജപമാല ചൊല്ലിയുടെ ദിവസങ്ങളുണ്ടായിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം 10 സമയം എനിക്ക് കിട്ടിയിരുന്നു.
എപ്പോഴും ഞാൻ ചിന്തിച്ചുള്ളൊരു കാര്യം, എന്തെങ്കിലും നിനക്ക് പ്രയാസം വരുമ്പോൾ കർത്താവിൻ്റെ വചനം കഴിഞ്ഞാൽ പിന്നെ വായിക്കേണ്ട പുസ്തകം ഏതാണ്? സങ്കീർത്തനമല്ല, സഭാപ്രസംഗ. സഭാപ്രസംഗം സത്യം നിന്നോട് സംസാരിക്കും. എല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരും. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ എന്നും കുന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ കരുതരുത്. അതാണ് ഇപ്പോൾ സഭാപ്രസംഗം 3:3 തൊട്ട് 3:7 വരെ നമ്മൾ വായിച്ചത്. ആലിംഗനം ചെയ്യാനൊരു കാലം ഏറ്റവും നല്ലൊരു കാര്യമാണല്ലേ. സ്നേഹിതരും സഹോദരങ്ങളും ജീവിത പങ്കാളികളും ഒക്കെ ആലിംഗനം ചെയ്യും. പക്ഷേ ഇതൊന്നും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ആ പഴയ ചൂടും ചൈതന്യമൊക്കെ ഉണ്ടാകത്തില്ല. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സാഹചര്യം മാറും. സാഹചര്യം മാറിയത് കൊണ്ട് കഴുത്തേക്കറിയിട്ടൊരു കഥയില്ല. കുടുംബ സാഹചര്യം മാറുന്നതുകൊണ്ട് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണെന്ന് വൈഫ് പറഞ്ഞിട്ടോ ഹസ്ബൻഡ് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആലിംഗനം ചെയ്യാനൊരു കാലം, ചെയ്യാതിരിക്കാനൊരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പം ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? സാഹചര്യങ്ങൾ മാറും. നമുക്കൊരു പാഠപുസ്തകമേ ഉള്ളൂ. എന്താണ്? ക്രൈസ്റ്റ് ഈസ് അവർ ടെക്സ്റ്റ് ബുക്ക്. കർത്താവാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഏത് സാഹചര്യങ്ങൾ മാറിയാലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. നല്ല പരിശീലനമാണ്, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ക്രാഷ് കോഴ്സല്ല കിട്ടിയിരിക്കണത്. ഇപ്പോൾ ഓരോരോ പരിശീലനങ്ങൾക്ക് ഇപ്പോൾ 3 മാസത്തെ കോഴ്സാണല്ലോ. ഇപ്പോൾ ഫിലിസ്റ്റാർസൊക്കെ ഗുസ്തി പഠിക്കണമെങ്കിൽ 1 മാസം കൊണ്ട് ഗുസ്തി പഠിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യണത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അല്ല, എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താണ്? പല സമയത്ത് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. ഇതിനെ നിനക്ക് യു മസ്റ്റ് ഓപ്പൺ ടു ദി ലോഡ്. ഈ വിഷയത്തിൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ദൈവസ്നേഹം ടെസ്റ്റിന് വിധേയമാണെന്ന് പറഞ്ഞു. എന്താ ടെസ്റ്റിന് വിധേയമാണെന്ന് പറയാൻ കാരണം, ദൈവം ഇങ്ങനെ അളന്നാണ് ഓരോരോ കാലവും മാറ്റി വെക്കുന്നത്. ആദ്യം മുതൽ ദൈവം ഇങ്ങനെ അളന്ന് നമ്മൾ ദൈവസ്നേഹത്തെ വളരുന്നതനുസരിച്ച് കൊണ്ട് സാഹചര്യം ഒന്ന് വ്യത്യസ്തമാക്കി തരും. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നത്താഴ കാലമാണിത് അല്ലേ, ക്രിസ്മസ് സീസൺ. ഈ ക്രിസ്മസ് സീസണിൽ ഈ ദിവസങ്ങളിലൊക്കെ എന്നെ കൂടെ ചിന്തിച്ചത്, അമ്മയും ഔസേപ്പിതാവും കാലങ്ങളോട് കാണിച്ച ഒരു പ്രത്യേക സമീപനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണത്. അമ്മ എന്താണ് ഔസേപ്പിതാവിൻ്റെ കാര്യത്തിനെടുക്കുക. ഇപ്പോൾ മത്തായി ശ്ലീഹ 2:20 മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഔസേപ്പിതാവ് വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നൊക്കെ മനസ്സിലാകും. എന്താണ് അത്? അർക്കലാവോസ് പഴയ ഹെറോദ് ദ ഗ്രേറ്റ്, നമ്മൾ ജോസഫീസ് ഫ്ലാവീസിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന ഹെറോഡ് ദ ഗ്രേറ്റ്, അയാളാണ് യേശുവിൻ്റെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഹെറോഡ് ദ ഗ്രേറ്റ് ആണ്. അയാളുടെ കാലത്താണ് ഔസേപ്പിതാവും അമ്മയും ഉണ്ണിയും കൂടി ഈജിപ്തിലോട്ട് പോണത്. ഒരു പ്രത്യേക സാഹചര്യമാണ്. 4 കാലം വീണ് ഓടണ കാലമാണ്. പ്രത്യേക കാലമാണ്. കാലം പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. അവരുടെ ജീവിതത്തിലെ കാലം ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ ചേഞ്ചിങ് അനുസരിച്ച് കൊണ്ടാണ് അവർ ചരിക്കണത്. എന്നിട്ട് എപ്പോഴാണ് ഈ ഔസേപ്പിതാവ് റിട്ടേൺ ചെയ്യണത്? ആ പ്രതികൂല സാഹചര്യങ്ങൾ മാറിക്കഴിയുമ്പോൾ 2:20 അന്ത്യോക്കസ്, ഹെറോദ് അന്ത്യോക്കസ്, അതായത് ഹെറോദിൻ്റെ ഗ്രേറ്റിൻ്റെ മകൻ, അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുക്കുമ്പോഴാണ്
ഔസേപ്പിതാവ് തിരിച്ചു വരണത്. അതുവരെ തൽക്കാലം ഒന്ന് ഓടി വെച്ചും പെട്ടെന്ന് അതുപോലെ തിരിച്ചു വരാനുള്ള വ്യഗ്രത ഔസേപ്പിതാവ് കാണിക്കണില്ല, ദൈവവും കാണിക്കണില്ല. എന്താ കാര്യം? ദൈവത്തിന് വേണമെങ്കിൽ ഹെറോദല്ല ഇവിടെ പിശാച് ഭരിച്ചാലും ശരി ഒരു കുഴപ്പമില്ല. ഔസേപ്പിതാവിനെയും ഉണ്ണിയെയും മാതാവിനെയും ഇവിടെ താമസിപ്പിക്കുന്നതിന് ദൈവത്തിന് ഒരു തടസ്സമില്ല. അത് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവം സർവശക്തനാണ്. ഹെറോഡ് ദ ഗ്രേറ്റ് ഇവിടെ ജീവിക്കുമ്പോൾ ഔസേപ്പിതാവ് മാതാവ് ഉണ്ണിനെ വേണമെങ്കിൽ ദൈവത്തിന് ബലം പ്രയോഗിച്ച് ഇവിടെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കാം. പക്ഷേ മാനുഷികാവസ്ഥയ്ക്ക് അനപേക്ഷണീയമായിട്ട് ഔസേപ്പിതാവിനെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ ദൈവത്തിന് ലോകത്തിൻ്റെ എല്ലാ മനുഷ്യരേക്കും മാതൃകയാക്കാൻ വേണ്ടിയാണ് ഔസേപ്പിതാവും മാതാവിനെയും തൽക്കാലത്തേക്ക് സംഘർഷകമായ സാഹചര്യത്തിന് മാറ്റണത്. ഒരു സാഹചര്യം സംഘർഷ നിർഭരമായാൽ ഔസേപ്പിതാവിനെ മാതാവിനെ വേണമെങ്കിൽ ഉണ്ണീശോയെ വേണമെങ്കിൽ ദൈവത്തിന് സംരക്ഷിക്കാം. പക്ഷെ അതൊരു മാതൃകയല്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ചു, മറ്റുള്ളവർ ആരെയും സംരക്ഷിച്ചില്ല എന്ന് പറയണത് ദൈവത്തിന് മാതൃകയല്ല. അതുകൊണ്ട് നമ്മളുടെ സാഹചര്യം പ്രതികൂലമുള്ള ആൾക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതികൂലമായ സാഹചര്യം ഔസേപ്പിതാവിനും കൊടുത്ത് മാതാവിനും കൊടുത്ത് ഉണ്ണീശോക്കും കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് അവിടെ വരണത്. എന്നിട്ട് ഇവരെന്നാൽ എപ്പോഴാണ് തിരിച്ചു വരണത്? എടുത്തോ പിടിച്ചതെന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചടപെടാതെന്ന് പറഞ്ഞ് തിരിച്ചു വരണില്ല, വ്യഗ്രതയില്ല. കർത്താവ് മുമ്പ് പറഞ്ഞതുപോലെ ശാന്തശീലനായി വിനീത ഹൃദയനായി ആ സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യങ്ങൾ മാറിയതിന് ശേഷമാണ് 2:20 മത്തായി സുവിശേഷം 2:19-20. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഒരു പ്രതികൂലമായ സാഹചര്യങ്ങൾ നിലനിന്നത് ആ സാഹചര്യം മാറിക്കഴിഞ്ഞാണ് ഔസേപ്പിതാവ് ഉണ്ണീശോയും തിരുക്കുടുംബം തിരിച്ചു വരണത്. ഇത് നമുക്ക് വിവേകത്തിൻ്റെ ഭാഗമാണ്. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. ദൈവം എന്നെ സംരക്ഷിക്കണം, ദൈവം എന്നെ സംരക്ഷിച്ചില്ല പിന്നെ ആരെ സംരക്ഷിക്കാനാണ് എന്നൊക്കെ പറയുന്നത് അഹങ്കാരമാണ്. ശരിക്കും സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മുട്ടാളത്തരം കാണിക്കാതെ മൽപ്പിടുത്തം കാണിക്കാതെ തൽക്കാലം മാറുകയാണ് നല്ലത്. യാക്കോബ് രണ്ടും കൽപ്പിച്ച് വരണത് ആ യാക്കോബിനെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. രണ്ടും കൽപ്പിച്ച് വരും. തല്ലെങ്കിൽ തല്ല്, കൊല്ലെങ്കിൽ കൊല്ലെന്നും പറഞ്ഞ് വരുന്ന യേശാവിനെ കണ്ടുമുട്ടി എപ്പോഴായാലും പണി നടക്കുമെന്നോ യാക്കോബിനറിയാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങളാണ്. അടിക്കെങ്കിൽ അടി, അല്ലെങ്കിൽ സമാധാനമെങ്കിൽ സമാധാനം, രണ്ടിനും തയ്യാറായിട്ടാണ് യാക്കോബ് വരുന്നത്. കാര്യം അവൻ ജീവിച്ചു വന്ന സാഹചര്യം അതാണ്. അടി കൊടുക്കേണ്ട പാട്ടി പാഴ്സലായിട്ട് അടി കൊടുക്കുകയും ചെയ്യും യാക്കോബ്. പറ്റിക്കേണ്ട പാട്ടി പറ്റിക്കും, ചതിക്കേണ്ട പാട്ടി ചതിക്കും. അത് ലാബാനായാലും ശരി ഏശാവായാലും ശരി ഇതെല്ലാം പഠിച്ചു വന്നിരിക്കുന്ന യാക്കോബുമായിട്ടാണ് ദൈവം മൽപ്പിടുത്തം നടത്തുന്നത്. എന്നിട്ട് അവൻ്റെ എളി ഉളുക്കിക്കളയണത്. ദൈവമേ, എൻ്റെ നിൻ്റെ എളി ചിലപ്പോൾ പണമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെയും നിൻ്റെ എളി ചിലപ്പോൾ ആരോഗ്യമാകാം, ചിലപ്പോൾ ഉളുക്കിയെന്ന് വരും. എൻ്റെയും നിൻ്റെ സ്വാധീനം അതും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സന്ധിച്ചും പിന്തുണച്ചും നിൽക്കുന്ന സാഹചര്യങ്ങളും വ്യക്തികളും വസ്തുക്കളും വസ്തുതകളുമൊക്കെ ചില സമയത്ത് ഫ്രിഡ്ജായി പോകും. അപ്പോഴെന്താ സംഭവിക്കണത്? ദൈവത്തിലെ ആശ്രയിക്കാനാണ്. ഇത് പരിശീലനത്തിന് അതാണ് ഫിലിപ്പിയർ പറയണത്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം
ലഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പൊതു മനസ്സനുസരിച്ച് മനസ്സനുസരിച്ചുകൊണ്ട് ജീവിതത്തിലെ വ്യത്യസ്തവും വിരുദ്ധവുമായ സാഹചര്യങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ഔഷധപിതാവിനെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശാന്തതയോടെയും അതിനെ അതിജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇപ്പോഴും അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. ഈ വിവേകവും വിവേചനവും ക്രിസ്മസിലെ സീസണിൻ്റെ എല്ലാ വ്യക്തികളും ഔഷധപിതാവിനെ കുറിച്ച് നമ്മൾ കണ്ടു, മാതാവ്, ഇനി അമ്മയും എന്താണ്, അമ്മയൊക്കെ കുറിച്ച് ഫീഡിങ്സ് എന്തായിരുന്നു? ലൂക്കാസ് വിശേഷം 1:32 33 ആ വചനങ്ങളുണ്ട്. എന്താണ് അമ്മയ്ക്ക് നൽകിയിരുന്ന മംഗളവാർത്ത സമയത്ത് നൽകിയിരുന്ന ഒരാശയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്ന്. ചെറിയവനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും അമ്മയ്ക്കില്ല. അവൻ വലിയവനായിരിക്കും. പിന്നെ എന്താണ്? അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അപ്പം എത്രയോ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കണത്. ഒന്നെന്താണ്? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. പിന്നെന്താണ്? ദാവീദിൻ്റെ സിംഹാസനം അവന് നൽകപ്പെടും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ല. ഈ 3 കാര്യങ്ങൾ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് അമ്മയെ സല്യൂട്ട് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചുകൊണ്ട് വചനം ഉദരത്തിൽ സ്വീകരിക്കാൻ തയ്യാറായതിനാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അമ്മയെ സല്യൂട്ട് ചെയ്തത്. എന്തൊക്കെയാണ്? അവൻ്റെ ഭവനത്തിലെ യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. രണ്ടാമത്തെ എന്താണ്? ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. പിന്നെ എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ 3 കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് സല്യൂട്ട് ചെയ്തത്. ആരെ? എലിസബത്തിലൂടെ. അതുകൊണ്ട് എലിസബത്ത് എന്താ പറഞ്ഞത്? ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? 1:45 കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ശ്രുതികട ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ സല്യൂട്ട് ചെയ്യാണ്ടായ കാരണങ്ങൾ. എന്താണ്? ഈ വചനത്തിലുള്ള അമ്മയുടെ വിശ്വാസമാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സാഹചര്യങ്ങൾ മാറിയാലും ഇവിടെ നിലപാടിനോ സമീപനത്തിനോ മാറ്റം ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ചില സമയത്ത് ഓർത്തത്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? എന്തുകൊണ്ട് അമ്മ ഉറങ്ങി? എന്തുകൊണ്ടാണ് അമ്മ ഉറങ്ങി? അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും മേരി മഗ്ദലിനും കുസായുടെ ഭാര്യയായ മറിയവും എല്ലാ സ്ത്രീകളും അപ്പോസ്തലന്മാരും ഇടിച്ചു തല്ലി വെളുപ്പാങ്കാലത്ത് കല്ലറയിൽ പോകുമ്പോഴും മറിയം അവിടെ ഇല്ല. മറിയം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കാര്യം പ്രാർത്ഥിക്കാൻ കാരണം? മറിയം അവിടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ആളല്ലേ. ഏത് സാഹചര്യങ്ങൾ മാറിയാലും മാറാത്ത സാഹചര്യവുമായി മറിയം നമ്മുടെ മുമ്പിൽ നിൽക്കും. ശ്രുതികട ഹല്ലേലൂയ. കാലാവസ്ഥ ഭേദമില്ലാത്ത മറിയത്തിൻ്റെ മനസ്സാണ് നമ്മുടെ മാതൃക. നമ്മളിപ്പോഴേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നമ്മളെ മനുഷ്യരാശിയെ ഒന്നടങ്കം മുൾമുനയെ നിർത്തുന്ന ഏറ്റവും വലിയ സന്ത്രാസത്തിൽ നിർത്തുന്ന വിഷയം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചാണ്. ലോകം മുഴുവനും ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ 20 ന്യൂനമർദ്ദങ്ങൾ നടന്ന് ഈ വർഷകാലം കഴിഞ്ഞതിന് ശേഷം. അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായി, അത്രയും കാറ്റുകളുണ്ടായി, അത്രയും നാശനഷ്ടം ഉണ്ടായി, അത്രയും ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടൽ എന്തുകൊണ്ടാണ്? ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഘനമീറ്റർ മഴ കുറേ അധികം ദിവസം ഒരുമിച്ച് പെയ്തപ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നിപ്പോൾ ശാസ്ത്രത്തിൻ്റെ പഠനം വന്നിട്ടുണ്ട്. എത്രയോ കർഷകരെയാണ് നമ്മൾ ക്രൂശിച്ചത്, ഗാർഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. നടപ്പിലാക്കാതെ ആരും ഇരുന്നില്ല. കർഷകരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അവിടെ ജീവിക്കുന്ന 50 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നു. അത് ചില ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് പ്രയോഗിക്കുകയും അതിൻ്റെ പേരിൽ സഭയെ കരുതേക്കുകയും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പക്ഷേ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഒരു ആഗോള പ്രശ്നമായി മാറി. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനങ്ങൾ. ഏത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും അമ്മയ്ക്കൊരു മാറ്റമില്ല. അമ്മ എന്താ ഇതൊക്കെ ചെയ്യണത്? കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരും, ജീവിതത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ അമ്മ വചനത്തിൽ വിശ്വസിക്കും. എന്തുകൊണ്ടാണ് ഇടിച്ചതല്ലേ മരിയ മാഗ്ദലിൻ്റെ കൂടെ പത്രോസിൻ്റെ കൂടെ ഓടി കല്ലറ പോകാഞ്ഞതെന്നാണ്? അവിടെ ആളില്ലെന്ന് അമ്മയ്ക്കറിയാം. എങ്ങനെ അറിയാം അമ്മയ്ക്ക്? അപ്പോൾ ഒരു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞോണം, അല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അത് അമ്മയോട് പറഞ്ഞതാ. എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. 30-32 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ദൈവവചനം. 3 ദിവസം മുമ്പ് പറഞ്ഞാലും 32 വർഷം മുമ്പ് പറഞ്ഞാലും അമ്മയ്ക്കൊരുപോലെയാണ്. അതാണ് അമ്മ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും. ഇത് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും. ഇതാണ് സാഹചര്യ മാറ്റം എന്ന് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അമ്മ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് രാജകീയ ജന്മമാണ് ഈശോയുടെ എന്ന് അമ്മയോട് പറഞ്ഞതാണ്. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്ന്, അല്ലേ? അത് അമ്മ വിശ്വസിച്ചതാണ്. പക്ഷേ രാജകീയ ജന്മത്തിന് ഒരാടിൻ്റെ ജന്മമാണ്. ആടും പശുവൊക്കെ പ്രസവിക്കുന്നത് പോലെയാണ് പ്രസവിക്കാനാണ് അമ്മയോട് അവസാനം ആവശ്യപ്പെട്ട സമയത്ത്. അപ്പോൾ നോക്കിയേ, അനുഭവങ്ങൾ എന്താണ്, വചനം എന്താണ്? ദിസ് ഈസ് കോൺട്രഡിക്ഷൻ. ഒരു വിശ്വാസി ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു ആധ്യാത്മിക അനുഭവത്തിലൂടെയാണ് പോകുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ട്, നമ്മളോട് പറഞ്ഞതിന് വചനത്തിന് വിരുദ്ധമായി ചിലപ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ടാവും. വചനവിരുദ്ധമായി നമ്മളുടെ അനുഭവം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാൻ പോകും? ഞാൻ വചനം വിശ്വസിച്ചല്ലേ ജീവിച്ചത്, ഞാൻ ബുധനാഴ്ച ഉപവസിച്ചല്ലേ ജീവിച്ചത്, ഞാൻ കുടുംബപ്രാർത്ഥന ചൊല്ലിയല്ലേ ജീവിച്ചത്, ഞാൻ വിശുദ്ധമായിട്ടല്ലേ ജീവിച്ചത്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട്. ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് അവർക്ക് ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് തർക്കിക്കാം. രക്ഷകരെ സ്വീകരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പോൾ 53:12 ഐസയ, അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. ക്രിസ്തു എവിടെയല്ല അവൻ എണ്ണപ്പെടുന്നത്?
ഐസയ 53:12 എന്താണ്? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. നിസ്സാര വചനമല്ലത്. ഒരു പാപിക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം അരിഷ്ടതകളും കഷ്ടതകളും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം സ്വീകരിക്കാൻ ഈശോ ബാധ്യസ്ഥനാണ്. കാര്യം എന്താ? പാപികളെ രക്ഷിക്കാൻ വേണ്ടി അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പാപത്തിൻ്റെ വേദന മരണമാണ്. എന്തുകൊണ്ട് ഈശോ മരണം കൈവരിച്ചു? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടതുകൊണ്ട്. യെശയ്യാ 53:12 എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. പാപികളുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിസ്സാര കാര്യമല്ലത്. പാപികളുടെ കൂടെ എണ്ണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപിക്ക് ഈ ജീവിതത്തിലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ദുഃഖാരിഷ്ടതകളും നമുക്കറിയാമല്ലോ. എല്ലാ പാപങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇന്ന് സുഖിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും നാളെ നമ്മളെ ദുഃഖിപ്പിക്കും. പ്രത്യേകിച്ച് മെച്ചമൊന്നും അതിലിന്നില്ല. എന്ത് മെച്ചമുണ്ടത്? ബുദ്ധിയും ബോധമുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തിൽ നിന്ന് എന്ത് മെച്ചമുണ്ടായി? എന്തിൽ നിന്ന് എന്ത് മെച്ചമുണ്ടായി? ഒരു മെച്ചം ഉണ്ടായില്ല. 85 കോടിക്ക് ക്രിസ്മസിന് കുടിച്ചു എന്ന് പറഞ്ഞു. കുടിക്കട്ടെ. അതായത് ഇത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ജന്യമായ കുറേ രോഗങ്ങൾ കുടിക്കണ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ ഒരു കിക്ക് പോയെന്ന് വരും, 1 മണിക്കൂർ കൊണ്ട്. പക്ഷേ രോഗങ്ങൾ വന്നാൽ ഒരു കൊല്ലം കൊണ്ടും മാറത്തില്ല. അപ്പോൾ പിന്നെ എന്താ ലാഭം? ഇതിൻ്റെ അകത്ത് ഒന്നും ലാഭമില്ല. ഇതിലൊന്നും ലാഭമില്ല. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് വചനം പറയണത്. അല്ലാതെ നമ്മളെന്തിനൊന്നും വിലക്കുകയില്ലേ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് വേണ്ട പരിപാടിക്ക് പോകരുത് എന്ന് നമുക്കൊരു താക്കീത് നൽകണത് ദൈവസ്നേഹം തന്നെയാണ്. അച്ഛൻ പറഞ്ഞു വരണത്, ദൈവവചനം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധമായിട്ട്, ദൈവവചനത്തെ വിരുദ്ധമായിട്ട് ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ദൈവത്തോട് തർക്കിക്കും. പക്ഷേ ഈശോ പാപികളോട് എണ്ണപ്പെട്ടപ്പോഴേ ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. എന്താണ്? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഐസയ്യാ 53:7 വായിക്കുന്നത്, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾക്ക് മറുപടി ഉരിയാടാതിരിക്കുന്നതാണ്. അല്ല, നമ്മൾ അവിടെ വെച്ച് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ തീർന്ന്. നീ ഇങ്ങനെ ഏണിയും പാമ്പും കളിച്ച് 98 കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏണിയും പാമ്പും കളിച്ച് അവിടെ വെച്ചാണ് ദൈവത്തോട് ഒരു തർക്കം നടത്തിയത്. തീർന്നതിൻ്റെ പരിപാടി. നേരെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട്, തർക്കത്തിൻ്റെ പാമ്പ് നിന്നെ വിഴുങ്ങിക്കൊണ്ട് വന്ന് 2 വെക്കും. തീർന്ന്. ആ കളി നിൻ്റെ എതിരാളി ജയിച്ചു. എതിരാളി എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എതിരാളിയെ, യാക്കോബിന് ഇരുട്ടത്ത് പ്രത്യക്ഷപ്പെട്ട എതിരാളിയെ യാക്കോബ് കണ്ടിട്ടില്ല. അട്ടിക്കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ കയറി വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, ഐ നോ ഹൂ യു ആർ, എന്നെ ബ്ലസ് ചെയ്യാതെ പോകരുതെന്ന് പറയും. അവസാനമേ ദൈവമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ തർക്കവും ബഹളവും മൽപ്പിടുത്തമൊക്കെ നടക്കുന്ന സമയത്ത് അതാരാണെന്ന് അറിയത്തില്ല. നമുക്ക് അവസാനമാണ് അറിയത്തുള്ളൂ. ഇതാദ്യമേ അറിയണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറയുന്നത്. മറിയം ആദ്യമേ അറിഞ്ഞ ആളാണ്. തന്നോട് മൽപ്പിടുത്തം നടത്തുന്ന ആൾ ആരാണെന്ന് അമ്മ ആദ്യമേ അറിഞ്ഞിട്ട് അമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ്? തർക്കിക്കാൻ പോയില്ല, ബഹളം ഉണ്ടാക്കാൻ പോയില്ല. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞത്, ദാവീദിന് സിംഹാസനം അവൻ നൽകപ്പെടുമെന്ന് പറഞ്ഞതും, പക്ഷെ അനുഭവത്തിൽ വന്നിരിക്കുന്നത് എന്നിവിടെയാണ്, കാലിത്തൊഴുത്തിലാണ്. പെറ്റതറിയാൻ വന്നത് ആരാണ്? ഇടയന്മാരാണ്. ഇപ്പം വചനം 1, അല്ലെങ്കിൽ വചനത്തിലൂടെ നൽകുന്ന ഹോപ്പ്, അതായത് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യാശ 1. പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കണില്ല. ജീവിതത്തിൽ ഘടകവിരുദ്ധമായിട്ട് പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇട്ടത്ത് വന്ന് മനുഷ്യനെ പേടിപ്പിക്കുമെന്ന്. അത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ഓർക്കിയിരുന്നേ, മിക്കവാറും
ഔസപിതാവ് ഉണ്ണി എല്ലാ അമ്മയുണ്ട്. ഈ ഇരുട്ടത്ത് കൂടി ഈ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇവർ സത്യമായിട്ട് പേടിച്ച് കാണാം. നമുക്ക് പേടിപ്പിക്കലാണ് വരണത് നമ്മുടെ ജീവിതാനുഭവത്തിൽ. അവൻ മഹാനായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അനുഭവത്തിൽ നമുക്ക് പ്രാകൃത മനുഷ്യരുടെ പേടിപ്പിക്കലാണ് കാണുന്നത്. പക്ഷേ ആട്ടിടയന്മാർ പോയി കഴിഞ്ഞപ്പോഴേ അമ്മ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോയില്ല. അവൻ തർക്കിച്ചില്ല. അമ്മ ആ വിഷയത്തിൽ ബഹളം ഉണ്ടാക്കാൻ പോയില്ല. അപ്പ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എന്നോട് പറഞ്ഞത് ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞ് രാജശിശുവാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഈ പ്രാകൃത മനുഷ്യരെ രാത്രി വന്ന് എന്നെ പേടിപ്പിക്കണല്ലേ ചെയ്തതെന്ന് ചോദിക്കും. അമ്മ തർക്കിക്കാൻ പോയില്ല. അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ ആദ്യം എണ്ണപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. എങ്ങനെയാണ്? തർക്കിക്കാതെ, ബഹളമുണ്ടാക്കാതെ, ജീവിതവിരുദ്ധമായ പ്രത്യാശയ്ക്കും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2:19 പറഞ്ഞു, അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ പോലെ പാപികളോട് എണ്ണപ്പെട്ട ഈശോയെ പോലെ തർക്കിക്കാതെ ബഹളം വെക്കാതിരുന്ന ഈശോയെ പോലെ ഹൃദയത്തിലെ സംഗ്രഹിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മ ദൈവത്തെ ഒരിക്കലും അളക്കത്തില്ല. എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും സുവിശേഷത്തിലെ പരിഹാരം കാണാൻ നമുക്ക്. ഇപ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഇല്ലായ്മയ്ക്ക് ഉടനെ പരിഹാരം ഉണ്ടായി അല്ലേ? അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് ഉടനെ പരിഹാരം ഉണ്ടായി. അമ്മ അവിടെ ഉണ്ടായത് കാരണം ഇപ്പോൾ യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടായി. ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോയുടെ തിരുസന്നിധിയിൽ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിൽ ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഇല്ലായ്മയ്ക്കും പരിഹാരം ഉണ്ടായി. വിശുദ്ധ ലൂക്കാ സുവിശേഷം 5:5. അപ്പം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:3 വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് ഉടനടി പരിഹാരം ഉണ്ടായി അല്ലേ? അതുപോലെ തന്നെ രാത്രി മുഴുവനും പണിപ്പോയിട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്ന ലൂക്കാ 5:5 കടലിൽ മീനില്ല എന്ന് പറയുമ്പോഴും അതിനും ഉടനെ പരിഹാരം ഉണ്ടായി. വള്ളത്തിൻ്റെ വലതുവശത്ത് നോക്കി വലയിറക്കാൻ പറഞ്ഞു, അതിന് പരിഹാരം ഉണ്ടായി. പക്ഷേ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ല. അത് ഏത് വിഷയമാണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല, അതിന് പരിഹാരമില്ല. ഇപ്പോൾ നമ്മൾ ലൂക്കാ 2:7 എന്താ എഴുതിയിരിക്കണത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. അവർക്ക് മത്സ്യമില്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. പക്ഷേ സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയില്ലായ്മയ്ക്ക് പരിഹാരമില്ല. അതനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. സത്രത്തിൽ സ്ഥലം ലഭിച്ച് അപ്പോഴേ ദൈവവേദനെ നിൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാവും. ചില കാര്യങ്ങൾക്ക് കാലാന്തരത്തിൽ നീ അത് തിരിച്ചറിയും, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. അത് ദൈവഹിതത്തിൻ്റെ, ദൈവപരിപാലനയുടെ, നിൻ്റെ കൃപ ആർജനത്തിൻ്റെ ഭാഗമായി ദൈവത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാകും. ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തത് വിഷയങ്ങളുണ്ടാവും. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുണ്ടാവും. ഞാൻ പണ്ട് നിങ്ങളോട് പറയുമായിരുന്നു, ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താണ്? അവൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങളിൽ കൈവരിക്കുന്ന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പം എല്ലാ വിഷയവും പ്രാർത്ഥിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ. വീഞ്ഞില്ലെങ്കിൽ വീഞ്ഞ് വെള്ളത്തെ വരെ ദൈവം വീഞ്ഞാക്കിയെടുക്കും. മത്സ്യങ്ങളില്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് ദൈവം മത്സ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. രണ്ടും വെള്ളമാണ്. പക്ഷേ സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ല, അതിന് പരിഹാരമില്ല.
പരിഹാരം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവികമായ മനസ്സോടുകൂടി വിഷയങ്ങളെ കാണണം. ഇപ്പം യേശു രാജാവായിരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇടയന്മാരാണ് കാണാൻ വന്നത്. അപ്പം വചനവും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഈ പൊരുത്തപ്പെടൽ ഇല്ലായ്മയാണ് മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് മറിയം അപ്പോഴും വിശ്വസിക്കും. ഇടയന്മാരാണ് വന്നതെങ്കിലും ദൈവത്തിൻ്റെ വചനം എപ്പോഴെങ്കിലും നിറവേറുമെന്ന് മറിയം വിശ്വസിക്കും. ഇപ്പം നമ്മൾക്ക് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയ്ക്ക് അനുഭവത്തിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചത് ഇങ്ങനെയാണല്ല, ഇനിയിപ്പം ഞാൻ എന്തിനാ ചെയ്യാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പതുക്കെ നമ്മൾ സ്കൂട്ടാവും. അതാണ് വിഷയം. അപ്പം ഇപ്പം മറിയം അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഇടയന്മാരാണ് വന്നത്, ദാറ്റ്സ് ഓക്കെ. ഇപ്പം ഇടയന്മാർ വന്നു, പക്ഷെ അപ്പോഴും മറിയം എന്ത് ചെയ്യും? എലിസബത്ത് പറഞ്ഞ പോലെയാണ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ എന്താണ്? ദാവീദിൻ്റെ സിംഹാസനം തരുമെന്നല്ലേ? അത് സംഭവിക്കും. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അവൻ രാജശിശു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 10-13 ദിവസം കഴിയുമ്പോൾ മാഗിസ് വരണത്, അല്ലേ? പൂജരാജക്കന്മാർ വരണത്. അപ്പോൾ അവർ തൊഴുത്തൊന്നുമില്ല, ശത്രുവില്ല. ആ സിറ്റുവേഷനിൽ നിന്ന് മാറി. ഏതായാലും ഭയങ്കര ഗതികെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ വന്നിട്ട് ഇതുപോലെ പൊന്നും മേറയും കുന്തിരിക്കോ ഉണ്ണിക്ക് കാഴ്ച വെക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിറവേറും. എലിസബത്ത് പറഞ്ഞില്ലേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. ഈ നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം, നമുക്ക് ആദ്യമേ നമ്മളതങ്ങോട്ട് നിറവേറുമെന്ന് വിശ്വസിക്കും. അതാണ് പ്രശ്നം. നിറവേറുന്ന സമയം ദൈവം പറഞ്ഞിട്ടില്ല. സമയം ദൈവത്തിൻ്റെതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കാലവും സമയവും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നീ വിചാരിക്കേണ്ട ഒരു സമയത്ത് അത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് നടക്കത്തില്ല എന്നോ ദൈവം നിൻ്റെ വചനം ശരിയല്ല എന്നോ അല്ല നീ ധരിക്കേണ്ടത്. അമ്മയെപ്പോലെയാണ് ധരിക്കേണ്ടത്. എന്താണ്? കർത്താവാണ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലേ, കർത്താവ് നിന്നെ അരുളി ചെയ്ത വചനങ്ങൾ എപ്പോഴായാലും അത് നിറവേറും. അമ്മ അതിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ആദ്യ അനുഭവം ഘടകവിരുദ്ധമായാലും അമ്മയെപ്പോലെ കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസം കളയാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിന് സ്വയം സമർപ്പിതയാകാനുള്ള അനുഗ്രഹത്താൽ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ്റെ വചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറവേറിയ മനുഷ്യ അവതാരത്തിൻ്റെ ആണിക്കല്ലായ വചനങ്ങളും അതിൻ്റെ ജീവിതാനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളും അതിന് നമ്മൾ കൈവരിക്കേണ്ട സമീപനങ്ങളും അപ്പോസ്തല പാരമ്പര്യം അനുസരിച്ചാണ് ഞങ്ങളോട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധത്തിൽ വേണം വചനത്തെ സമീപിക്കാൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അമ്മയ്ക്ക് ചോദ്യങ്ങളില്ലായിരുന്നെന്നല്ല, തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടായി. പക്ഷെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ചോദ്യമുണ്ടായത്. നമുക്ക് ചോദ്യമുണ്ടാകാം, പക്ഷെ ദൈവത്തെ നിരാകരിച്ചുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ളൊരു കൺക്ലൂഷൻ എത്തിക്കൊണ്ട് നെഗറ്റീവായിട്ടാണ് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അമ്മ പോസിറ്റീവായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മേരി ആൻഡ് ദ പീപ്പിൾ. എല്ലാവരും നെഗറ്റീവായിട്ട് ദൈവത്തോട് ചോദിക്കും, എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. അമ്മ പോസിറ്റീവായിട്ട് ചോദിക്കും. ദൈവത്തിലെ നമ്മൾ ദൈവത്തോട് ഒരു കാര്യങ്ങൾ, ഒരു വിഷയത്തിൽ നമ്മളോട് പറഞ്ഞതും വചനത്തിനനുസരിച്ചും ഘടകവിരുദ്ധമായിട്ടാണ് അനുഭവമെങ്കിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. പക്ഷേ വിത്ത് ഫെയ്ത്ത്, വിത്ത് ഹോപ്പ്, വിത്ത് ലവ് ദൈവത്തോട് ചോദിക്കാം. അമ്മയെപ്പോലെ സ്നേഹത്തോടെ ചോദിക്കാം, പ്രത്യാശയോടെ ചോദിക്കാം, അതുപോലെ തന്നെ വിശ്വാസത്തോടെ ചോദിക്കാം. അമ്മ എന്താണ് സ്നേഹത്തോട് ചോദിച്ചത്?
അമ്മ എന്താണ് വിശ്വാസത്തോടെ ചോദിച്ചത്? അമ്മ എന്താ പ്രത്യാശത്തോടെ ചോദിച്ചത് ദൈവത്തോട്? ഇത് എങ്ങനെ സംഭവിക്കും? അതാണ് ചോദ്യം. അപ്പോൾ ദൈവം കൃത്യമായ മണിമണി പോലെ ഉത്തരം പറയും. മര്യാദയൊക്കെ ചോദിച്ചാൽ ദൈവത്തിന് കുഴപ്പമില്ല. സാത്താൻ്റെ അരൂപി സ്വീകരിച്ചുകൊണ്ട് ലോകത്താനായിട്ട് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്തത്. എൻ്റെ ക്ലേശങ്ങൾ ദൈവത്തോട് നീ സൗമ്യനസ്വത്തോടെ ചോദിക്കണം. ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവം പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇപ്പോൾ വിശുദ്ധ ലൂക്കാ 1:34, വിശുദ്ധ ലൂക്കാ 1:35. എന്താ ചോദ്യങ്ങൾ രണ്ടും? അമ്മയുടെ സമരസപ്പെടുന്ന വളരെ ഹൃദ്യമായ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കട്ടയിൽ ചെയ്യാത്ത രീതിയിൽ വളരെ സോഫ്റ്റ് ടച്ചായിട്ടൊരു ചോദ്യമാണ്. എന്താ ചോദിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്ത് ഗ്രേറ്റ് ചോദ്യമാണത്! എന്തോ ഒരു വലിയ, അത് കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ഉണ്ടാവും. അതിന് മാലാഖ സൗമ്യനസ്വത്തോടെ മറുപടി പറയും. ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് ബോഡി ലാംഗ്വേജിൽ വന്ന പ്രശ്നമാണിത്. ടോൺ ആൻഡ് ബോഡി ലാംഗ്വേജ്. സക്രിയായും അമ്മയും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും മംഗളവാർത്ത കേട്ട ആൾക്കാരാണ്. പക്ഷേ ബോഡി ലാംഗ്വേജ് വല്യപ്പൻ്റെ ഇതിൽ പെശകായിപ്പോയി. അതാണ് പ്രശ്നമായിപ്പോയത്. വല്യപ്പൻ ചോദിച്ച ചോദ്യം മാലാഖയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാരണം അതിൽ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഇല്ലാഞ്ഞതാണ്. അതാണ് സക്രിയ വല്യപ്പന് പറ്റിയ അബദ്ധം. അയാൾ പുരോഹിതനാണെങ്കിലും ഒരു കഥയില്ല. കഥയില്ലാത്ത എത്രയോ പുരോഹിതന്മാരുണ്ട്. കർത്താവിൻ്റെ വചനം ആഴമായി വിശ്വസിക്കാൻ, ഞാനവരെ കുറ്റം പറയുകയല്ല. ഞാനൊരു ദിവസം ഒരു വചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് വചനം മറുവചനമെന്ന് പറഞ്ഞു. ഞാൻ വചനം തിരുവചനം എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത വചനത്തോട് ആഭിമുഖ്യമില്ലാത്തവരുണ്ട് സഭയിൽ, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വേറെ രീതിയിലാണ് വചനത്തെ വ്യാഖ്യാനിക്കണതും കാണാൻ ശ്രമിക്കണതും, അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളിലല്ല. വചനത്തെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും പരിശുദ്ധാത്മാവിൻ്റെ വഴികളോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും കൂടിയല്ലേ നമ്മുടെ രക്ഷാകര പദ്ധതിയല്ലേ വചനം. അല്ലാതെ ഓരോരോ സാമൂഹ്യ വിഷയം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതാണ് വചനം. നോ നെവർ. അപ്പോഴേ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, സക്രിയയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ്? ബോഡി ലാംഗ്വേജ് വല്യപ്പൻ്റെത് പെശകായിപ്പോയി. അതാണ് കുഴപ്പമായിപ്പോയത്. പിന്നെ എന്താണ്? അങ്ങയുടെ ഫേസും ഒക്കെ പോയി കാണും, സ്റ്റോണൊക്കെ എല്ലാം പെശകായി കാണും. അതുകൊണ്ടാണ് ഗബ്രിയേൽ എടുത്തിട്ട് നിലത്തിട്ട് കുത്താൻ പോകുകയായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. വലിയൊരു നല്ല കാര്യം കൊണ്ട് വന്നതാണ്, ആകപ്പാട് ചളുവായി പിരിഞ്ഞത്. ദൈവം നമ്മുടെ അടുത്ത് നല്ല കാര്യം കൊണ്ട് വരുമ്പോഴും അത് ചളുവായി പോണത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. വേറെ കുഴപ്പമില്ല എന്നത്. ഈ സക്കറിയായോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മറിയത്തോട് പറയണത്. പക്ഷെ മറിയത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കറക്റ്റായിരുന്നു, മറിയത്തിൻ്റെ ടോൺ ഓഫ് വോയിസ് കറക്റ്റായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? എന്താണ് കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഒരു കന്യയായ സ്ത്രീ കന്യാത്വത്തെ വ്രതമായി എടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി അറിയേണ്ട മൗലികമായ കാര്യങ്ങൾ സൗമ്യതയോടെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പോൾ ദൈവം വളരെ കൃത്യമായിട്ട് മറുപടി പറയും. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്തോ ഒരു മനോഹരമായ ഉത്തരം. അമ്മയോട് വളരെ പിന്നെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയും. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി. അത് ലൂക്കാ 1:35 അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും എന്ന് പറയുമ്പോൾ അമ്മ ആ നിമിഷം പരിശുദ്ധാത്മാവ് നിറയെ. ഒരു പക്ഷേ ബൈബിളിലെ ആദ്യ പെന്തക്കോസ്ത നടക്കുന്നത് അമ്മയുടെ ശിരസിലാണ്, മംഗളവാർത്ത സമയത്താണ്. നമ്മൾ അവിടുത്തെ മംഗളവാർത്തയിൽ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡലിങ്ങിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ നമ്മൾ അപ്പോസ്തലന്മാർക്ക് നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡലിങ്ങിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചരിത്രപരമായ കാരണങ്ങളുണ്ട്, ഞാൻ അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ആദ്യം ഒരു വ്യക്തി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് അമ്മയാണ്. പക്ഷേ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴേ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പ്രതികരിക്കാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല. പത്രോസ് മാത്രം
വചനം പ്രഘോഷിച്ചത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷേ വളരെ സ്വകാര്യമായ ഒരു പ്രതികരണം അമ്മ നടത്തി. അവിടെ എന്താ അമ്മ പറഞ്ഞത്? Behold, the handmaid of the Lord, be it done to me according to thy word. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥന എന്താണ് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ദാസിയാണ്, ദൈവത്തിൻ്റെ മാത്രം ദാസനാണ്, ദാസിയാണെന്ന് പറയാത്ത വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രയോജനപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനപരത്തിലാണ് അമ്മ പറയണത്, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. തീർന്നില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ദാസിയാണ്? വചനത്തിൻ്റെ ദാസിയാണ്, ദൈവവചനത്തിൻ്റെ ദാസിയാണ്. എന്താണ്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിലെ നിറവേറട്ടെ. അതാണ്. അപ്പം അങ്ങ് പറഞ്ഞത് എന്താണ്? വചനമല്ലേ. അമ്മയുടെ വായിൽ നിന്ന് എന്ത് വന്നാലും അത് ഉടമ്പടിയായിരിക്കും. ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. അതിങ്ങനെ പൊകുറ്റി പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ 5 മണിക്കൂറിനുള്ളിൽ 7000 എന്താ അവർ പറഞ്ഞത്? അവർ ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സ്. ഫ്ലൈറ്റിൽ വെച്ച് അവരെ പിടിച്ചു. എന്താ പിടിക്കാൻ കാരണം? അവരുടെ ബാഗിൽ വെടിയുണ്ട കണ്ടെത്തി. അയ്യോ, വെടിയുണ്ട കണ്ടെത്തിയ കൊച്ചുറാണി ചേച്ചി ഞെട്ടിപ്പോയി. അനൗൺസ്മെൻറ്റാണേ നടക്കുന്നത്. ഉടനെ റഷ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ പോലീസ് നിയമപരമായിട്ട് വിമാനത്തിൽ വെടിയുണ്ട, നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളാണെങ്കിൽ ഉരുകി ചത്തുപാടിരുന്നുണ്ട്. ഈ മനുഷ്യത്തെ ആ സമയത്ത് വിളിച്ചത് എൻ്റെ കൃപാസനം മാതാവേ എന്നാണ് വിളിച്ചത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടായി. എന്നുവെച്ചാൽ സ്വന്തം ബാഗിൽ വെടിയുണ്ട കണ്ട് വിമാനത്തിലാണ്, അല്ലാതെ ചായക്കട ഇരിക്കുമ്പോഴല്ലേ വിമാനത്തിലൊക്കെ വെടിയുണ്ട. നിയമം എന്താണ്? അപ്പത്തിന് അറസ്റ്റ് ചെയ്ത് അകത്താക്കുക. അതാണ് നിയമം, രാജ്യത്തിൻ്റെ നിയമം. രണ്ടാമത്തെ എന്താണ്? 14 കൊല്ലം തടവാണ്. എൻ്റെ കൃപാസനം മാതാവേ, എൻ്റെ ദൈവത്തിലെ ഇന്ന് നിങ്ങൾക്ക് വിളിക്കാനൊരു അമ്മയുണ്ട്. ഞങ്ങളിവിടെ രോഗം പിടിച്ചും കഷ്ടപ്പെട്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ ഒത്തിരി സഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ ചിരിച്ചണിക്കണമെങ്കിലും ഞങ്ങൾ ദൈവം നൽകുന്ന സാഹചര്യങ്ങളോട് വളരെ സന്തോഷകരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതികരിക്കുമ്പോഴൊക്കെ ഉണ്ടാണ് എന്താണ്? ജനങ്ങൾക്ക് ആശ്രയിക്കാനൊരു നാമം. എല്ലാവരും അമ്മയെ തള്ളിപ്പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊക്കെ വളർന്നു വന്നൊരു കാലം, 86 മുതലുള്ള കാലങ്ങളിൽ കാരിസ്മാറ്റിക് മേഖലയെപ്പോലും ഞാൻ അവരെ കുറ്റം പറയണില്ല. കാര്യം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ അഭിഷേക തലം, വലിയ ഉപവിയുടെ തലം, വലിയ മാധ്യമത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം, എത്രയോ ആയിരങ്ങളും കോടികളും കർത്താവിനെ അറിഞ്ഞത് കാരിസ്മാറ്റിക് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോഴാണ്. പക്ഷേ ഇവരുടെ ആദ്യ തലമുറയിൽ അമ്മയെ നിഷേധിച്ചത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ കുട്ടിയുടെ പല ധ്യാനങ്ങളിലും കൊന്ത ചെല്ലാനും മതാനുഭവി തിരഞ്ഞെടുക്കാൻ പോലും സമ്മതിക്കാത്ത ധ്യാനഗുരുക്കന്മാർ ആദ്യകാലങ്ങളുണ്ടായിരുന്നു. എത്രയോ അവസാനം 90 കഴിഞ്ഞപ്പോൾ 90, 95, 96 ആയപ്പോഴാണ് പതുക്കെ സഭ ഈ വിഷയം നിരീക്ഷിച്ചിട്ടാണ് അവസാനം അമ്മയെക്കുറിച്ചൊക്കെ ഇവർ പറയാനും ഒരു ക്ലാസ് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാനൊക്കെ പറ്റിയത്. നിങ്ങൾ പഴയ ചരിത്രം നോക്കിയാൽ മതി. പഴയ ധ്യാനഗുരുക്കന്മാർ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത് യേശു ഏക രക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശാശ്വതമായ പ്രാമാണികമായ സത്യത്തെ ശക്തമായ രീതി പ്രഘോഷിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വർഗീയമായ ദൗത്യം സുവിശേഷത്തെ ഒളിപ്പിച്ച് ദൈവം വെച്ചിട്ടാണ് സഭയെ വളർത്തിയത്. അമ്മയുടെ 102 പ്രത്യക്ഷീകരണങ്ങൾ ഞങ്ങളിപ്പോൾ ഡിവൈൻ TV-യിൽ ഗുഡ്നസ് TV ചെയ്യുന്ന മറിയം പ്രത്യക്ഷീകരണങ്ങൾ, നന്മ നിറഞ്ഞ മറിയം, അതുപോലെയുള്ള എല്ലാ ശുശ്രൂഷകളും നമ്മൾ എടുക്കുമ്പോഴേക്കും മനസ്സിലാകുന്നത് അമ്മ സഭയുടെ കൂടെ ജീവനോടെ കൈകോർത്ത് സഞ്ചരിക്കുകയാണ്. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും വിലയുണ്ടായി? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ സൗമ്യനസത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഉത്തരത്തിന് അമ്മ കൊടുത്ത മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി. പിന്നെ വേറെ ഒരു ശക്തിക്കും അവിടെ ഒരു പ്രാബല്യവുമില്ല. ഹെറോദസിൻ്റെ ശക്തിക്കും പ്രാബല്യമില്ല. വേറെ ഒരു ശക്തിക്കും അവിടെ പ്രാബല്യമില്ല. അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണ്?
അത്യുന്നതൻ്റെ ശക്തിക്ക് പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനം അതുപോലെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഉടമ്പടി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തില്ലായ്മ വന്നാലും, ഏത് തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും, കാലങ്ങൾ മാറി മാറി വന്നാലും, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്, ഒരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. കവനന്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ മറിയത്തിൻ്റെ ഒപ്പം, വചനത്തോടൊപ്പം, മറിയത്തോടൊപ്പം. എന്തുകൊണ്ട് വി പ്രൊക്ലെയിം ദ മേരി? കാര്യം അവരാണ് പ്രകടരൂപം. വചനം സംസ്വീകരിച്ച, വചനം സ്വീകരിച്ച, പരിശുദ്ധാത്മാവിനെ ഏറ്റു ജീവിച്ച, അതിൻ്റെ നിലപാട്, പരിശുദ്ധാത്മേറ്റതിൻ്റെ നിലപാടുകൾ ജീവിതത്തിന് വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് യേശുവിനെ പോലെ ശാന്തശീലയായി നിന്ന, തർക്കിക്കാതെ ബഹളം ഉണ്ടാക്കാതെ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച ദൈവ പൈതൽ. അതിനേക്കാൾ വലിയ മാതൃകയുണ്ടോ നമുക്ക്? അതുകൊണ്ട് തന്നെ വചനം, കാര്യം എന്തുകൊണ്ടാണ്? യേശു പൂർണ്ണമായി ദൈവമാണ്, അമ്മ പൂർണ്ണമായ മനുഷ്യനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എഴുതി യേശുവിനെ ദൈവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചില ബുദ്ധിക്കിങ്കരന്മാർക്ക് എഴുതി തള്ളാം. ദൈവത്തിലൊക്കെ നടക്കും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ അമ്മ ദൈവമല്ല, കംപ്ലീറ്റ് ഹ്യൂമനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് അവർ ദൈവമാതാവായി മാറിയത്, തേകത്തോക്കസായി മാറിയത്. അതിന് അനാദി കാലം മുതലേ ദൈവം എടുത്ത തീരുമാനമുണ്ട്. അമലോത്ഭവം നമ്മുടെ ജന്മം ഉൾപ്പെടെയുള്ള ദൈവമാതൃത്വത്തിലേക്ക് അവളെ വിളിച്ച മനുഷ്യരക്ഷയുടെ ദൈവിക തീരുമാനമുണ്ട്. പക്ഷേ അതെന്ത് തീരുമാനമായാലും ആ തീരുമാനങ്ങളുടെ എല്ലാം ഫിയാത്ത്, എന്താ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ, അത് കൃപയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ശുശ്രൂഷ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയും എനിക്ക് ഭയങ്കര എന്നെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവം. അപ്പോൾ ഞാൻ അടുത്താടെ നിൽക്കുകയും ഒരമ്മച്ചി വന്നു. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് പറയണില്ല, അവിടെ ബന്ധുക്കളൊക്കെ അത് കേൾക്കുന്ന കാരണമാണ് പറയാത്തത്. അവിടെ ഭർത്താവിൻ്റെ മരണം ഒരു ദാരുണമായ മരണമാണ്. എന്താ മരണം വെച്ചാൽ അവർക്ക് ഭർത്താവിനെ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. കൊറോണയാണെന്നും പറഞ്ഞ് ഈ മനുഷ്യനെ അന്നത്തെ രീതിയിലുള്ള ക്വാറൻറ്റൈനിലേക്ക് മാറ്റി. ഇന്ന് ക്വാറൻറ്റൈനൊക്കെ ആൾക്കാർ വീട്ടിലാണ് എടുക്കുന്നത്. പക്ഷെ അന്നത്തെ ക്വാറൻറ്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും കൊണ്ടുപോയി, വീട്ടുകാർക്കും വേണ്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കണമെന്നില്ല, എല്ലാവരും വാക്സിൻ കൃത്യമായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ചെങ്കിലുമൊക്കെ നമുക്കൊരു പൊതു ജീവിതം ഉള്ളത്. അനേകം മനുഷ്യരുടെ പ്രാർത്ഥന, കൃപാസനത്തിന് എന്തുമാത്രം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ലോകത്ത് ആരെങ്കിലും ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന്. കാര്യം പെട്ടെന്ന് വേണമല്ലോ, എമർജൻസി ആയിട്ട് വേണ്ട കാര്യമല്ലേ. ആൾക്കാരിങ്ങനെ മരിച്ചു കൂടിക്കൊണ്ടിരിക്കണം, അത് ഒരു കാലമല്ലേ. നമ്മൾ സൂക്ഷിക്കാനുള്ളത് ദൈവം ബുദ്ധിയും ബോധവും വിവേകവും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴപ്പോൾ വന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നമ്മൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഈ അപ്പച്ചൻ്റെ ബോഡി അവർ കത്തിച്ച് കളഞ്ഞു. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോയത്? വീട്ടിൽ നിന്ന് പോയത് അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയതാണ്. അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയ ആൾ, ആ അമ്മച്ചി എന്നോട് കരഞ്ഞ് പറയണം, ഞാൻ അവസാനം കാണുമ്പോൾ ഞങ്ങൾ ആരും അടുപ്പിക്കുന്നില്ലായിരുന്നു വെച്ചാന്ന് പറയും. പക്ഷേ അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയത് ആളെ ശ്രദ്ധിക്കാതെ കൊറോണയാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ഇന്നും ആ അമ്മച്ചി വിശ്വസിക്കുന്നില്ല ആ മനുഷ്യന് കൊറോണ ഇല്ലായിരുന്നു. അത് വീട്ടിൽ ആരെയും ആർക്കും ഇല്ല. കാര്യം നല്ല എനർജറ്റിക് ആയിട്ടിരുന്നൊരു മനുഷ്യനല്ലേ, വളരെ ഹാപ്പി ആയിട്ടിരുന്നൊരു മനുഷ്യൻ. വയറിനൊരു വേദന ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് കൊണ്ടുചെന്നതാണ്. പക്ഷെ കൊണ്ടുചെന്ന കൂട്ടത്തിൽ ആളെ തട്ടിക്കളഞ്ഞ് ക്വാറൻറ്റൈനിലേക്ക്.
അവിടെ കിടന്ന ക്വാറന്റൈനിൽ കിടന്ന രോഗികളുടെ രോഗങ്ങൾ പിടിച്ച് ആൾ കത്തിച്ച് കളയണ അവസ്ഥയിലായിപ്പോയി. ഇപ്പം കാണാൻ പോലും പറ്റിയില്ലെന്ന് പറയുമ്പോഴേ ഞാൻ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ ഉപ്പ് തൂണ് പോലെ നിൽക്കുകയാണ് കേട്ടിട്ട്. എനിക്കാണ് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ നടക്കണില്ല നമ്മുടെ ലോകത്ത് നിന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയണമെങ്കിലേ, നിങ്ങളുടെ ഭർത്താവാണ് ഇങ്ങനെ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് പോയിട്ട് തിരിച്ച് കത്തിച്ച് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് വാട്ട് ഹാപ്പൻഡ്? അമ്മ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചോ എന്നാണ് ചോദിച്ചത്. രണ്ടും ചോദ്യം ഒന്ന് തന്നെ. ഞാൻ യേശുവിനോട് സ്നേഹത്തോടെ തന്നെയാണ് ചോദിച്ചത്. കാര്യം എന്താണെന്നറിയാം, ഇതുപോലെയുള്ള സങ്കടക്കാർ ഇനി വന്നാൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമോ അവരോട്? എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ ആൾത്താരെ കർത്താവിൻ്റെ കാര്യം കെട്ടിവിടും. ഞാൻ ജീസസ് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന ആൾത്താരെ എന്ന് എൻ്റെ വചനം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമുണ്ട്. അത് ഗംഭീരമായൊരു വചനമാണ്. ഈ വചനത്തിലൂടെ എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു 10-12 വയസ്സെങ്കിലും ആയെങ്കിൽ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പരിശീലനം നേടണം കേട്ടോ. കാര്യം എല്ലാവരോടും ദൈവം സംസാരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയണത്. അല്ലാതെ നമുക്ക് വേറെ ഇങ്ങനെ അളന്നും തൂക്കിയും തരണ വിശുദ്ധിയില്ല. നമ്മുടെ വിശുദ്ധി എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദങ്ങളോടുള്ള ജീവിതത്തിലാണ് വിശുദ്ധി എന്ന് പറയണത്. അതുകൊണ്ടാണ് എപ്പോഴും നിയമങ്ങളെ എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ കർക്കശമായിട്ട് എതിർക്കണത്. നിയമത്താലല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വചനത്താലാണ്, വിശ്വാസത്താലാണെന്നൊക്കെ പറയണത്. എന്താണ്? വിശ്വാസത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ നിന്നാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് അങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് കർത്താവ് എന്നോട് പറഞ്ഞത് 17:10 എന്താ 17:10 എന്ന് പറഞ്ഞിരിക്കുന്നത് അറിയോ? അതായത് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുവിൻ. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്താ കാര്യം? അതിൻ്റെ മുമ്പിലുള്ള കാര്യം പോവാണ്. ഇവർ കർത്താവ് എന്താ പറയണത്? ഫൈനൽ എൻഡ് ഓഫ് ദി പാർട്ട് 14 ഫൈനൽ ചാപ്റ്റർ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിഷയമല്ല. ദൈവത്തിൻ്റെ വിഷയം എന്താണ്? കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? നീ ഇന്ന് ഭർത്താവിനെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. നിൻ്റെ മക്കളെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ അവരോടുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതിലാണ് നീ സങ്കടപ്പെടേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് എനിക്ക് ഹിറ്റായത് കർത്താവ് എന്നോടത് സംസാരിച്ചപ്പോഴേ, അതായത് അതെല്ലാവർക്കും വേണ്ടിയുള്ളൊരു വചനമാണ്. അതായത് വാട്ട് എവർ ഹാപ്പൻ ടു അസ് ഇൻ ദ ലാസ്റ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. മറിച്ച് അവർ ജീവനോടെ ഇരുന്ന കാലത്ത് അവരോടുള്ള നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ. എന്താണ്? ഹെവി ടാസ്ക്കാണ്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് വരുന്ന ദാസൻ. ഞാൻ എന്താ ഈ ദാസി എന്നൊക്കെ പറയാൻ കാര്യം, അമ്മ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നത്. അമ്മ തർക്കിക്കാഞ്ഞ കാര്യം അതായിരുന്നു. ഈശോയും തർക്കിക്കാഞ്ഞ കാര്യം, ബേസിക്കായിട്ട് രണ്ടുപേരും സെർവൻ്റ് ഓഫ് ഗോഡാണ്. ഈശോയും സെർവൻ്റായിരുന്നു, ദാസനായിരുന്നു. അമ്മയും ദാസിയായിരുന്നു. അതിന് ബേസിക്കായിട്ട് രണ്ടുപേരും ദാസനായിരുന്നു. എന്തിന് ദാസൻ? ദൈവത്തിൻ്റെ വചനങ്ങളോട്. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ് നിന്നോട് പറഞ്ഞത്? നിൻ്റെ ഭർത്താവിനുള്ള കടമ എന്താണ്? ഭാര്യയുള്ള കടമ എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളുടെ കടമ എന്താണ് എന്ന് വചനം എന്ത് പറഞ്ഞു? അതനുസരിച്ചാണ് നീ ദാസിയാകുന്നതെങ്കിൽ അവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ നമ്മൾ പല തരത്തിലുള്ള പരിശുദ്ധാത്മാ അഭിഷേക ധ്യാനം, പലതരത്തിലുള്ള അഭിഷേക ധ്യാനങ്ങളുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ആർക്കാണ്? അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ബിഹോൾഡ് ഹാഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്. അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങയുടെ വചനം പോലെ
എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവർ റിസീവ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ആത്മാവിനെ നേടുന്നു. ആത്മാവിനെ നേടാനുള്ള എളുപ്പ വഴിയും അമ്മ തന്നെയാണ്. ആൻഡ് മേരി ഇസ് എ ഷോർട്ട് ഹാർട്ട് ഫോർ ദി അനോയിൻമെൻറ്റ് ഹോളി സ്പിരിറ്റ്. അമ്മ ഒരു കുറുക്ക് വഴിയാണ് ആത്മാവിനെ അഭിഷേകം സ്വീകരിക്കാൻ. എങ്ങനെയാണ്? എൻ്റെ വചനം കേട്ടിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അതിദാരുണമായ മരണത്തെക്കുറിച്ച് പോലും ദൈവം പറഞ്ഞത് എന്താണ്? എങ്ങനെ സംഭവിക്കാം മനുഷ്യൻ ഈ ഭൂമിയിൽ ഏത് രീതിയിലും അവസാനം, ഈശോയുടെ അവസാനം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം അതൊന്നും അല്ല വിഷയം. അതിനേക്കാൾ വലിയ വിഷയമാണ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നീ പാലിച്ചോ ഇല്ലയോ. Behold the handmaid of the Lord, be to done to me according to thy word. നിൻ്റെ വചനം പോലെയാണോ ഞാൻ ജീവിച്ചെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ച വ്യക്തികളെ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് നമ്മൾ വായിച്ചില്ലേ ഐശയ്യായുടെ വചനങ്ങളിൽ? 53:12 നമ്മൾ വായിച്ചില്ലേ? എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. സങ്കീർത്തനങ്ങളിലുണ്ട് ആ രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ദ ഹെവൻ. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുമ്പോഴേ നമ്മൾ സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, ആനന്ദം എന്ന് പറഞ്ഞാൽ ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? നിത്യാനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളിയാണ്. ക്രിസ്മസിന് കുറേ ആൾക്കാരെ അടിച്ചു പൊളിച്ചില്ലേ? അതാണ്. അത് പെട്ടെന്ന് കെട്ടുപോവുകയും ചെയ്യും. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ, അവൻ ആത്മാവിൽ ആനന്ദിച്ചു. ആത്മാവിനോട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അത് നിത്യ വരെ നമ്മൾ എത്തിക്കുന്ന നിത്യതയുടെ അച്ചാരം മാത്രമല്ല, അതിൻ്റെ ഓഹരിയാണ്. നിത്യതയുടെ ഓഹരിയാണ് പരിശുദ്ധാത്മാവ്. അതിനെ നിലനിർത്താനും വളർത്താനുമുള്ള നിലപാടെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിന് അമ്മയെപ്പോലെ ദാസ്യത്വത്തിനായി സമർപ്പിക്കുകയും ജീവിതത്തിൽ കടമ ദൈവത്തിൻ്റെ വചനത്തോ അനുസ്മരിച്ചു കൊണ്ടുള്ള കടമ സഹജീവികളോട് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായും നിറയണത്. ശ്രുതികടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷിയുടെ ഒരധ്യായം പറഞ്ഞത്, അദ്ദേഹം ഇപ്പോഴ് നടുവേദനയായിട്ട് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്തൊരു മനുഷ്യൻ ഇപ്പോഴ് 25 മീറ്റർ നീളവും വീതിയുമുള്ള നല്ല ആഴമുള്ള ഒരു വലിയ കുളം ഒറ്റക്ക് ഇടുക്കിൽ കുഴിച്ചെന്നാണ് പറഞ്ഞത്. എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത്? നടുവെട്ടിക്കിടന്ന മനുഷ്യൻ, നടുവിൻ്റെ ദ്രവിച്ച മനുഷ്യനെ ആരാധനയുടെ സമയത്ത് കർത്താവ് സ്പർശിച്ചു. അത് ഞാൻ തറയിൽ ആ സമയത്ത് ഈശോ വെളിപ്പെടുത്തിയത് പറഞ്ഞു. അങ്ങനെയാണ് ആ സെക്കൻഡിന് കറണ്ട് അടിക്കുന്ന പോലെ കർത്താവ് അയാളെ തൊട്ടു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടതാണ്. കൃപാസനത്തിലെ ഇപ്പോഴത്തെ സാക്ഷ്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ കാലത്ത് ദൈവം നൽകിയ ഒരു വരദാനം പോലെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും ജീവിക്കാനും ഒത്തിരി സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ഉടമ്പടി ഓരോ ദിവസവും പുരോഗമിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് ലോ കർശനമായിട്ട് നിങ്ങളിടക്ക് ഞങ്ങളുടെ അറിയിപ്പുകൾ നോക്കണം. കാര്യം ഒമിക്രോൺ ശക്തി പ്രാപിച്ച് ഗവൺമെൻറ് പ്രതിരോധത്തിലാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിനേക്കാൾ കർക്കശമായിട്ടായിരിക്കും നമ്മളിവിടെ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നതും അതുപോലെ തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെ. പക്ഷേ നിങ്ങൾക്ക് അറിയാം, കൃപാസനം എന്ന് പറയുന്നത് ഒരു അത്തറ ഒതുങ്ങുന്ന ശക്തിയല്ല. ഈ അത്താറയിലെ ശക്തിയാണ് കോണ്ടിനെൻ്റുകളിലേക്കും ഭൂഖണ്ഡങ്ങളിലേക്കും പോയിട്ട് വിദൂര സംവേദന സൗഖ്യം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന സമയത്ത് ആരാധന പങ്കെടുത്തിരിക്കണം. ആരാധന അങ്ങ് കൂടണം. കൂടിയിട്ട് ഷെയർ ചെയ്യണം. ശരിക്കും ആൾക്കാർക്ക് സന്തോഷത്തോടെ ഷെയർ ചെയ്യണം. സക്രിയായും അമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം സൗമ്യത, സ്നേഹത്തോടെ, വിശ്വാസത്തോടെയാണ് അമ്മ പറയണത്. പക്ഷെ സക്കറിയ അങ്ങനെയല്ല. പൗരോഹിത്യ ഗർവോട് കൂടി പറയും. കുറച്ച്
റീസണും ബുദ്ധിയും ഒക്കെ കയറിപ്പോയി സക്കറിയായിക്ക്. പക്ഷെ മാലാഖ കുറച്ച് ചുട്ട മറുപടി കൊടുത്തു. എന്താ പറഞ്ഞത്? ആ പുരോഹിതൻ അൾത്താരെ എന്നിട്ട് ഒരാൾക്ക് അറിയാൻ പോലെ അയാൾ ഇവിടെ നിൽക്കണമെന്ന്. പക്ഷെ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവദുരസ്ഥാനത്തിലെ ഗബ്രിയേലാണെന്ന്. വ്യത്യാസം, ഈ വ്യത്യാസം ലോകത്തിൻ്റെ അവസാനം വരെ തുടരും. ദൈവവചനത്തോട് അഡിഹറൻസ്, ദാസിയെപ്പോലെ ദാസനെപ്പോലെ അഡിഹറൻസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയാണ് അവർക്ക് ആവേശം. നമ്മുടെ ആധ്യാത്മികതയിലെ ആവേശം അമ്മയാണ്. ഈശോയെ അനുഗമിച്ച ആദ്യത്തെ ആൾ, ഈശോയെ നൽകിയ ആൾ, ഈശോയെ ലോകത്തിന് കൊടുത്തയാൾ, അതാണ് ഉടമ്പടി. അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് കയറുക. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ലോകാന്തരങ്ങളിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ ഒരു ആളായിട്ട് പോലും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. കർത്താവിന് വേണ്ടി ഒരു നാക്ക് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. അല്ല, അച്ഛൻ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ അങ്ങനെ ഒന്നും സാക്ഷ്യം പറയേണ്ട പോലും കാര്യമില്ല. കാര്യം എന്താണ്? പ്രവർത്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് അമ്മയുടെ മധ്യസ്ഥമാണ്. അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്തിൽ കൈവെക്കുക, ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക, നടുവേദനയുള്ളവരും കിഡ്നി വേദനയുള്ളവരും പുറകിൽ കൈവെക്കുക. ഇതൊക്കെ ഇങ്ങനെ കൈവെക്കുക എന്ന് പറയുന്നത് എന്നോട് അമ്മ പറഞ്ഞു തന്നതാണ്. എബ്രാഹത്തിനൊക്കെ വെച്ചപ്പോൾ എബ്രാഹാം പുത്രനെ കൊണ്ട് കൈവെപ്പിച്ചിട്ടാണ്. അത് ഉടമ്പടിയുടെ തന്നെ വേറൊരു അനുഷ്ഠാന രൂപമാണ് കൈവെപ്പ് പ്രാർത്ഥന. അത് തലയിൽ മാത്രമല്ല, ശരീരത്തിൻ്റെ ഏത് വശങ്ങളിലും നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് കൈവെക്കാം. അത് എന്ത് മേഖലയായാലും, പാസ്പോർട്ടായാലും വിസ ആയാലും കൃപാസനം അറിയാമല്ലോ, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാണ് തരുന്നത്. എല്ലാം വെഞ്ചരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിച്ചിട്ടാണ് തിരിച്ചു തരുന്നത്. കൃപാസനം പത്രം പ്രത്യേകിച്ച്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശാരീരിക മേഖലകളെല്ലാം, വേദനിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കൈവെക്കുക. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി ജീവനോടെ ജ്വലിച്ചു എന്നുകൊണ്ട് ഇപ്പോൾ മധ്യസ്ഥം വഹിക്കുക. ഈശോ കതിരവനെപ്പോലെ 10,000 കതിര് ചിന്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ അഭിഷേക സമയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മോശയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ജോഷുവയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെ പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, അനേകം മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൈവച്ചിരിക്കുന്നു. കർത്താവെ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോഴേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ ഷുഗർ രോഗികളുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ, മൂത്രം പോകാത്തവരുണ്ട്. കർത്താവ് മൂത്രം കട്ടിയായി പോകുന്നവരും മൂത്രം മഞ്ഞയായി പോകുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈശോയെ, കർത്താവെ, മുടി കൊഴിയുന്നവരെ, ശരീരത്തിലെ കർത്താവ് വ്യത്യസ്തമായ പാടുകൾ വരുന്നവരെ, കുരുക്കൾ വരുന്നവരെ, കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ചെറിയ ഗർഭപാത്രമുള്ളവർ, കുഞ്ഞു ഗർഭപാത്രമുള്ളവർ, അത് കാരണം മക്കൾ ഉണ്ടാവാത്തവർ അടിവരെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ബലൂണിനെ പോലെ അത് വീർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിലേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് നിക്ഷേപിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്ന കർത്താവെ, ഈശോയെ അങ്ങയുടെ തിരുസന്നിധി കർത്താവെ, ഈശോയെ, പ്രണയബദ്ധരായി പോയ മനുഷ്യരുണ്ട്. ഈശോയെ, ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഭാവിയിൽ അത് വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാകുമെങ്കിൽ യേശുവിന്റെ നാമത്തെ ബന്ധിക്കപ്പെടട്ടെ. കർത്താവെ, യേശുവിൻ്റെ കർത്താവെ, ഈ ജീവിതം കൊണ്ട് കർത്താവെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല കർത്താവെ ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത്, നിത്യത വരെ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ. കർത്താവെ, ലോകത്തിലെ പാപത്തിൽ നിന്നും കർത്താവെ, മറ്റു പലതരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് അകപ്പെട്ടു പോയവര്, കുരുക്ക് അകപ്പെട്ടിരുന്നതിന് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കുരുക്കുകൾ വെട്ടിമുറിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മദ്യപാനാസക്തികള്, ലഹരിയുടെ ആസക്തികള്, ജീവിതത്തിന് മറ്റു തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെട്ടിട്ട് പറഞ്ഞ കർത്താവെ, ചെവി തുറന്ന പോലെ കർത്താവ് ശരീരത്തിന്റെ ഓരോ കുരുക്കുകൾ, കെട്ടുകള്, യേശുക്രിസ്തു ഉന്നതമായ എത്ര മാരക രോഗങ്ങൾ, തീരാവ്യാധികള്, ക്യാൻസർ രോഗങ്ങൾ കർത്താവ്, ഇന്ന് ക്യാൻസർ 4ാം സ്റ്റേജ് കർത്താവെ, യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടൊരു കർത്താവെ, അവർ വിശ്വാസം സ്വീകരിച്ചത് കർത്താവെ ഞങ്ങൾ സാക്ഷ്യമെന്ന് കർത്താവെ, അതുപോലെ അനേകം മക്കൾ കർത്താവ്
കർത്താവ് തീ പാർന്ന പോലെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം കർത്താവെ അവരിലേക്ക് തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അഗ്നി കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി കർത്താവെ മക്കളിലേക്ക് കർത്താവ് അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലുണ്ടാകുന്ന രോഗങ്ങള്, പേശികളുണ്ടാകുന്ന രോഗങ്ങള് കർത്താവ്, പേശികളുണ്ടാകുന്ന രോഗങ്ങള്, കർത്താവ് കോവിഡ് ബാധിച്ച് കിടക്കുന്നവരെ, ഒമിക്രോൺ ബാധിച്ച് കിടക്കുന്നവരെ കർത്താവ്, വ്യത്യസ്തമായ രോഗങ്ങളെ കർത്താവെ, ശാരീരിക പീഡ അനുഭവിക്കുന്നവരെ, ക്യാൻസർ രോഗികള്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികളെ, വിട്ടുമാറാ തലവേദന ഉള്ളവരെ, തൊണ്ടവേദന ഉള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെ കർത്താവെ, കർത്താവ് ശരീരത്തിന്റെ ഓരോ വിഷയങ്ങളിൽ കർത്താവെ വേദനപ്പെടുന്ന, ജോലിക്ക് പോകാൻ പറ്റാത്തവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാള ദൈവശക്തിയാൽ അവരുടെ വിഷമതകളെ യേശുനാമത്തിൽ മാറിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ കർത്താവായ യേശുമിശിഹായേ, നിരുന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അങ്ങേ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ്, പ്രാഥമികമായി അങ്ങേ അറിഞ്ഞവരെ, അറിഞ്ഞതിന് ശേഷം കർത്താവെ അങ്ങനെ വളരെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കർത്താവെ അങ്ങ് വചനം കർത്താവെ എഴുന്നള്ളിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് വചനം കൊടുക്കണമേ കർത്താവെ. ഈശോയെ പ്രിലിമിനറി വിശ്വാസത്തിലിരിക്കുന്നവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ കർത്താവ്, അവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്രാവരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തസാര രോഗികള്, മൂത്രം വിട്ടുവിട്ട് പോകുന്നത്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നത്, മലം നിയന്ത്രണമില്ലാതെ പോകുന്നവരെ കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്നും പഴുപ്പുകളും കർത്താവ്, ചെവികളിൽ നിന്ന് പഴുപ്പ് പോകുന്നവരെ, തൊണ്ടവേദന രോഗമുള്ളവരെ കർത്താവ്, ശരീരത്തിൽ മുഴയുള്ളവരെ എല്ലാവരും നീ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പോകുന്നവരെ, ജോലി കർത്താവ്, ജോലി സംബന്ധമായ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരെ, ഇന്റർവ്യൂ എഴുതുന്നവരെ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതുന്നവരെ കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടി ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർ കർത്താവ് അവരെല്ലാം സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തികമായ തകർച്ചകൾ, വരുമാന മാർഗമില്ലാത്തവര് കർത്താവ്, വഴിയില്ലാത്തവര്, വീടില്ലാത്തവര് കർത്താവ്, നടന്ന വഴികളിൽ എപ്പോഴും കലഹങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിട്ട് കർത്താവ്, കേസ് അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കർത്താവ്, കുടുംബത്തിലുള്ളവർ, വരുമാന മാർഗമുള്ളവർ കർത്താവ്, അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ്, കടമേടിച്ച് കഴിയുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളെ കർത്താവ്, മക്കൾ ദൈവവിശ്വാസം കുറഞ്ഞു പോയവരെ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ്, അവരെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളെ കർത്താവ്, അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിട്ട് അടയാളത്തിൽ മാർഗ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹരേ നമ്മൾ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവം ആയിരിക്കുക. സ്തുതിപ്പുകളോടെ യേശുവേ ആരാധന. നിങ്ങളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ. ഇത് കർത്താവ് നമ്മളെ ആശീർവദിക്കുക. ഉടമ്പടിയുടെ ഓരോ നിയോഗങ്ങളുടെ മേല്, നിങ്ങൾ സമർപ്പിച്ച 6 നിയോഗങ്ങളുടെ മേല്, ഉടമ്പടിക്ക് സമർപ്പിച്ച നിയോഗങ്ങളുടെ മേല്
മുദ്ര പതിപ്പിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം തേടി കൃപാസന പ്രത്യക്ഷയുടെ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ ദൈവമക്കളുടെ മേലും കർത്താവിന്റെ ദിവികാരുടെ സ്പർശം നൽകുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫിന്റെ കൈപ്പിൽ ശുശ്രൂഷിച്ച ഓരോ രോഗികളുടെ മേലും ദിവികാരുണ്യത്തിന്റെ സ്പർശനം നൽകുകയാണ്. ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.